നമസ്കാരം. അതെ, നമ്മുടെ നാട്ടിൽ ആർക്കും ആരെയും കൊല്ലാം. ഒരേ ഒരു കണ്ടീഷൻ മാത്രം, നിങ്ങൾ ചെങ്കൊടി കൈകളിലേന്തിയ മാരക സഖാക്കന്മാരായിരിക്കണം. പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും ചാവാനും തയ്യാറായിരിക്കണം. എങ്കിൽ നിങ്ങളെ ഏത് കൊലക്കുറ്റത്തിൽ നിന്നും നിരപരാധിയാക്കിയിരിക്കും, അതുറപ്പ്. അതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതെന്താണെന്നല്ലേ, കേട്ടോളൂ. 51 വെട്ടേറ്റ് നടുറോഡിൽ പിടഞ്ഞു മരിച്ച, ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ച് വിശ്വസിച്ച TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളെ വിട്ടയക്കാൻ സർക്കാർ പിന്നണിയിലിരുന്ന് നീക്കമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കൊലയാളി സംഘത്തിലെ 3 പേരെ ഹൈക്കോടതി മറികടന്ന് വിട്ടയക്കാൻ നീക്കമെന്നാണ് റിപ്പോർട്ട്. TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് പട്ടികയിലുള്ളത് ഇവരൊക്കെയാണ്. ശിക്ഷാ ഇളവിന് മുന്നോടിയായി പ്രതികളുടെ പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടും കഴിഞ്ഞു. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടാണ് പോലീസിന് കത്ത് കൈമാറിയത്. ഈ കഥയുടെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഹൈക്കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച പ്രതികളാണിത്. ഹൈക്കോടതി വിധി മറികടന്നാണ് സർക്കാരിന്റെ നീക്കം. അന്ന് പ്രതികളുടെ അപ്പീൽ നൽകിക്കൊണ്ടായിരുന്നു ശിക്ഷ വർദ്ധിപ്പിച്ചത്. ഇതിനിടെയാണ് പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കം പുറത്തു വന്നത്. എന്താണല്ലേ നമ്മുടെ കേരളത്തിലെ അവസ്ഥ? ചെങ്കോടി പിടിച്ച ആരെന്ത് ചെയ്താലും ഒരു പ്രശ്നവുമില്ല. ഇതെല്ലാ കാലത്തും ഇങ്ങനെയാണല്ലോ. മാറ്റങ്ങൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അത് നിർഭാഗ്യകരമായിരിക്കും. വയനാട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ കൊലപാതകവും നമുക്കതിനുള്ള ഉദാഹരണമാണ്. കൊലപാതകികളെ ഏത് വിധേനയും സംരക്ഷിക്കാൻ അവർ ഒരുക്കമാണ്. പലർക്ക് പല നിയമം. ഇത്തരത്തിലുള്ള പാർട്ടിയുടെ നിലപാടുകളിൽ മടുത്തിട്ടാണ് TP എന്ന പാർട്ടി വിട്ടത്. എന്നാൽ അത് സഹിക്കാനാവാത്ത സഖാക്കളാകട്ടെ അദ്ദേഹത്തെ രക്തസാക്ഷിയുമാക്കി. അതെ, തിരുവ എതിർവ. അതേസമയം ഈ മാസം പ്രതികൾക്ക് പരോൾ അനുവദിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതോടെയാണ് ജയിലിൽ വകുപ്പിന്റെ ഈ നടപടി. കൊടിസുനിയും അനൂപും ഒഴികെയുള്ള പ്രതികൾക്ക് പരോൾ അനുവദിച്ചിരുന്നു. പ്രതികളായ മനോജ്, രജീഷ്, മുഹമ്മദ് ഷാഫി, സിജിത്ത്, സിനോജ് എന്നിവർക്കാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പരോൾ അനുവദിച്ചത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് അപേക്ഷ സമർപ്പിച്ചവരുടെ പരോളാണ് അനുവദിച്ചതെന്ന് കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ മാർച്ചിൽ ഇവരുടെ അപേക്ഷ ജയിൽ ഉപദേശക സമിതി അംഗീകരിച്ചിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളതിനാൽ ഇവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കാതിരുന്നു. പെരുമാറ്റച്ചട്ടം പിൻവലിച്ചാണ് വെള്ളിയാഴ്ച ഇവർ പുറത്തിറങ്ങിയത്. ജയിൽ വകുപ്പിന്റെ വിശദീകരണം സ്വാഭാവിക നടപടി മാത്രമായിരുന്നു. പ്രതികൾക്ക് പരോളിന് അർഹതയുണ്ട്. 60 ദിവസത്തെ സാധാരണ പരോളിനും 45 ദിവസത്തെ പ്രത്യേക പരോളിനും ഇവർക്ക് അർഹതയുണ്ടത്രേ. ഇത് അനുസരിച്ചുള്ള അപേക്ഷയിലാണ് ജയിൽ സമിതിയുടെ തീരുമാനമെന്നും ഉപദേശ സംഘം അറിയിച്ചു.